CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചേരുന്നുണ്ട്. ശ്രീ ബിനോയ് വിശ്വം, സജി ചെറിയാന്റെ ആ പ്രസ്താവന അതുണ്ടാക്കിയ ഡാമേജ് അത് എത്രത്തോളമായിരുന്നു? ഇപ്പോൾ അത് പിൻവലിച്ചിരിക്കുന്നു, അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ഇതാണ് LDF. വീഴ്ച പറ്റിയാൽ അത് തിരുത്തും, എന്നിട്ട് ശരിയിലേക്ക് വരും. ആ രാഷ്ട്രീയ ബോധ്യമുണ്ട് LDFന്. LDF എല്ലാ കാലത്തും ന്യൂനപക്ഷങ്ങളുടെ ബന്ധമാണ്. ഞാൻ പറയും, ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും സ്വാഭാവിക ബന്ധുക്കൾ ഇടതുപക്ഷമാണ്. മുസ്ലിം, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കും മറ്റെല്ലാ മത ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും ആശയിക്കാവുന്ന രാഷ്ട്രീയ ബന്ധു ഇടതുപക്ഷമാണ്. ആ നിലപാടാണ് മൗലിക നിലപാട്. ആ നിലപാടിന്റെ അപ്പുറത്തേക്ക് LDF ആർക്കും പോകാൻ പറ്റില്ല. ഒരു നേതാവും ഒരു മന്ത്രിയും അതിനപ്പുറം പോകാൻ പറ്റില്ല, പാടില്ല. അതുകൊണ്ടാണ് വീഴ്ച ബോധ്യപ്പെട്ടപ്പോൾ സങ്കോചമൊന്നും കൂടാതെ മന്ത്രി സജി ചെറിയാൻ അത് തിരുത്തിയത്. ഈ അത് കുറച്ച് വൈകില്ല. തിരുത്തിയതിനെ അംഗീകരിക്കുന്നു, പക്ഷെ അതിനപ്പുറത്തേക്ക് അത് വൈകിയില്ല എന്നുള്ളത് മാത്രമല്ല, അടുത്ത ദിവസം തന്നെ അദ്ദേഹം വന്നു, അത് ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് കണക്കുകൾ നിരത്തി അദ്ദേഹം വീണ്ടും അത് ആവർത്തിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം പല ഘട്ടത്തിൽ ഇപ്പം CPM-ന്റെ സെക്രട്ടറി ആണെങ്കിൽ അത് ഒഴിഞ്ഞു മാറുന്നുണ്ടായിരുന്നു, അതിൽ നിന്ന് പ്രതികരണമൊന്നും ഇല്ലാതെ ഒഴിഞ്ഞു മാറുന്നുണ്ടായിരുന്നു. അപ്പം ഈ 3-4 ദിവസം എടുത്തു എന്നുള്ളതാണ് ആ തിരുത്തൽ വരുത്താൻ. അതിപ്പോഴാണ് ബോധ്യപ്പെട്ടത്. പല രീതിയിലും അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് തിരുത്തിയെന്ന്, ഖേദം പ്രകടിപ്പിച്ചു. ആ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രസ്താവന ഇറക്കിയത് ഞാൻ കണ്ടില്ല, നിങ്ങൾ അതിന്റെ അർത്ഥം എന്താ? മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളും ഒരാൾ തെറ്റ് കാണിച്ചാൽ, തെറ്റ് സംഭവിച്ചാൽ, വീഴ്ച പറ്റിയാൽ ഒരിക്കലും സമ്മതിക്കാൻ തയ്യാറാകില്ല. അവരാ വീഴ്ച അംഗീകരിക്കാതെ അത് വേണമെങ്കിലും തെറ്റാണെന്ന് പറയും, അല്ലെങ്കിൽ ന്യായീകരിക്കാൻ നോക്കും. എന്തായാലും LDFന്റെ വഴി ആ വഴിയല്ല എന്നാണ് CPIയുടെ ബോധ്യവും. എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട് ശ്രീ ബിനോയ് വിശ്വം ഈ പ്രസ്താവനകളിൽ, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിൽ നിന്ന് നേതാക്കൾ പിന്നോട്ട് നിൽക്കേണ്ടതില്ലേ? സംശയമുണ്ട്. പ്രത്യേകിച്ച് ഗൗരവമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരിക്കുമ്പോഴത്തേക്കും ഏത് രാഷ്ട്രീയ നേതാവായാലും അത് ശ്രദ്ധിക്കണം. ഉപയോഗിക്കുന്ന ഭാഷ, അതിന്റെ പ്രത്യാഘാതങ്ങൾ, അതേപറ്റി ചിന്തിക്കാനുള്ള കടമ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്, നേതാക്കന്മാർക്കും ഉണ്ട്. പ്രത്യേകിച്ചും ഇടതുപക്ഷ നേതാക്കന്മാർക്കെല്ലാം അതുണ്ട് എന്ന കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബോധ്യമാണ്. CPI അതെല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു. ഞാൻ ആവർത്തിച്ച് പറയുന്നു, മതന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും അടുത്ത സ്വാഭാവിക ബന്ധുക്കളായിരിക്കും ഇടതുപക്ഷം എല്ലാ കാലത്തും. അവർക്ക് വിശ്വസിക്കാം ഇടതുപക്ഷത്തെ. സജി ചെറിയാന്റെ സംഭവം ഒരു പാഠമായി മുന്നോട്ട് പോകണം എന്നുള്ളത് കൂടിയാണല്ലേ? അത് ഉറപ്പല്ലേ?